എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ 3ാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഗാന്ധിജിക്ക് ഖടി ചോരി ചലി ഗയി എന്ന പാഠഭാഗമാണ്. ഇതിൻ്റെ 2 പാർട്ടുകൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് അവസാനത്തെ പാട്ടാണ്, പാഠപുസ്തകത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഖടി ഖോനെ കി ബാത്, അതായത് വാച്ച് ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാവുക, അതിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഇത്തന ബഡാച്ചെടുക്കർ, ഇത്രയും ബഡാച്ചെടുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുപ്പിച്ച്, അതായത് പൊലിപ്പിച്ച് പറയുക, കൂട്ടി പറയുക. കഹനേക്ക പറയാനുള്ള, ആശയം യഹ് ജതാന ഥ ഇങ്ങനെ അറിയിക്കണമായിരുന്നു. കി ജിസ് ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം, കെ സാമനെ ലോകത്തിന് മുന്നിൽ, ദുനിയ കെ സാമനെ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുൻപിൽ. നിങ്ങൾ ഇത്രയും ഡോൾ പീട്ടെ ഹൊട്ടിഘോഷിക്കുന്ന, ഡോൾ പീട്ടെ എന്ന് പറഞ്ഞാൽ ഹൊട്ടിഘോഷിക്കുന്ന, അവർ ഗുണാഗാത്തെ അവരുടെ സ്തുതി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയല്ലേ അവർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി. ആ ഒരു ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച് നടക്കുന്ന നിങ്ങളുടെ ഇവിടെ ഉസ്മേം മേരി ഖടി എൻ്റെ വാച്ച്, മേരി ഖടി തക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ, എൻ്റെ വാച്ച് വരെ സുരക്ഷിത് നഹി ഹേ സുരക്ഷിതമല്ല. അതായത് ഇത്രയും വലിയ രാഷ്ട്രമാണ് എന്ന്, രാജ്യമാണ്, ബ്രിട്ടീഷ് സാമ്രാജ്യമാണെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു പഴയ വാച്ച് പോലും സുരക്ഷിതമല്ല എന്നാണ് വൈസ്രോയിനെ നമ്മുടെ ഗാന്ധിജി പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്. അതായത് അങ്ങനെ പ്രവർത്തിച്ച് വൈസ്രോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അവർ ഇസ്ക അസർ ക്യാ ഹുവ, ഇനി ഇതിൻ്റെ ഫലം എന്തായിരുന്നു? അസർ ക്യാ ഹുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം എന്തായിരുന്നു? അഗലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത, ദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം, അടുത്ത ദിവസം. സമാചാർ പത്രോമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറുകളിൽ. ഇസ് ബാരോമേ ഈ കാര്യത്തെപ്പറ്റി. കോയി സമാചാർ നഹി ഥാ ഒരു വാർത്തയും ഇല്ലായിരുന്നു. കോയി സമാചാർ ഒരു വാർത്തയും നഹീത്ത വന്നില്ല. നഹീത്ത എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ഒരു വാർത്തയും പത്രങ്ങളിൽ വന്നില്ല. താക്കി ഗാന്ധിജി ഓർ വൈസ്രോയിമേം ഗാന്ധിജിയും വൈസ്രോയിയും ക്യാ ബാത്ത് ഹുയി ഇവർ 2 പേരും കൂടെ എന്താണ് സംസാരിച്ചത് എന്നതിനെ പറ്റി ഒരു ന്യൂസ് പേപ്പറുകളിലും വാർത്ത വന്നില്ല. കോയി വൈസ്രോയിമേ ക്യാ ബാത്ത് ഹുയി എന്ന് പറഞ്ഞാൽ, ക്യാ ബാത്ത് ഹുയി എന്ന് പറഞ്ഞാൽ എന്ത് സംസാരമാണ് ഉണ്ടായത് എന്നതിനെപ്പറ്റി. ലേക്കിൻ എന്നാൽ ഈ ഖബർ ഈ വാർത്ത ബഡേ അക്ഷരോമേ വലിയ അക്ഷരങ്ങളിൽ, ബഡേ അക്ഷരോമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അക്ഷരങ്ങളിൽ, ഥീക്കി ഗാന്ധിജിക്ക് വലിയ അക്ഷരത്തിൽ ഒരു വാർത്ത വന്നു. അതേതായിരുന്നു? ഖബർ എന്ന് പറഞ്ഞാൽ വാർത്ത എന്നാണ്. അതെന്തായിരുന്നു? ഗാന്ധിജിക്ക് ഗാന്ധിജിയുടെ ഖടി പ്രിയപ്പെട്ട വാച്ച് ചോരി ചലി ഗയി മോഷണം പോയി. പത്രത്തിൽ വൈസ്രോയിയും ഗാന്ധിജിയും തമ്മിൽ സംസാരിച്ചതിനെ പറ്റിയുള്ള ന്യൂസൊന്നും, എന്തിനെ പറ്റിയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നൊന്നും ന്യൂസ് പേപ്പറിൽ വാർത്ത വന്നില്ല. എന്നാൽ ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയി എന്ന വാർത്ത വലിയ അക്ഷരങ്ങളിൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹലാക്കി കുച്ച് റോജ് ഇതിൻ്റെ ഫലമായിട്ട് എന്നാ വന്നു? കുച്ച് റോജ് കുറച്ച് ദിവസത്തിന്, ബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം, കുച്ച് റോജ് ബാദ് കുറച്ച് ദിവസത്തിന് ശേഷം. ചോർ എന്ന് പറഞ്ഞാൽ കള്ളൻ. സബർമതി ആശ്രമേ അതായത് ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ ജാക്കർ ചെന്നിട്ട്, ഗാന്ധിജിക്ക് അപ്പനി ഖടി തൻ്റെ വാച്ച് ലൗട്ടാബീദി അതായത് കള്ളൻ ഈ വാർത്ത വന്നതിന് ശേഷം അത് എടുത്ത കള്ളൻ ഈ വാച്ച് തിരികെ സബർമതി ആശ്രമത്തിൽ കൊണ്ടുപോയി ഗാന്ധിജിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, അവർ അപ്പന നാസ്ത ഈ വാച്ചിൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലും ഗാന്ധിജി ഇവിടെ പറഞ്ഞിരുന്നല്ലോ. അവർ അപ്പന നാസ്ത യാനി മാൽ ദാൽ നഹി
ഇനി നാസ്തയുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് മാൽദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഭക്ഷണമൊന്നുമല്ല. ബക്രി കാ ദൂത്, ആട്ടിൻ പാല്. ക്യോങ്കി, കാരണം. ഭാരത് കി ഗരീബ് ജനത, ഭാരതത്തിലെ ഗരീബ് ജനത, ഗരീബ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട, ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ, കോ യഹി ഉപലബ്ധ് ഹേ, ഈ ആടിൻ്റെ പാലും ആട്ടുംപാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരതത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളൂ എന്ന് വൈസ്രോയിനെ അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി അങ്ങനെ ചെയ്തത് എന്നാണ്. വൈസേ ഇസ്ക ഏക് ഔർ അർത്ഥ, ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരർത്ഥവും കൂടെ ഉണ്ടാവാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്താണെന്ന്. യഹുഫി ഹോസക്ത, ഇതുമാകാം. യഹുഫി ഹോസക്ത എന്ന് പറഞ്ഞാൽ ഇതും ആകാം. കി ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ ആളുകൾ അപ്പനി, തൻ്റെ, മെഹനത്ത് കി, അധ്വാനത്തിൻ്റെ, ഹാത്തേഹെ, കഴിക്കുന്നു. അതായത് അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ത്യയിലെ ആൾക്കാർ കഴിക്കുന്നത് എന്ന് ഒരർത്ഥവും കൂടെ ഇതിനുണ്ടാകാമെന്നാണ് ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. ജബ്കി, അതേസമയം ഇന്ത്യയിലെ ആളുകൾ കഴിക്കുന്നത് അധ്വാനിച്ചിട്ടാണ്. ജബ്കി, അതേസമയം ബ്രിട്ടൻ ജയ്സെ, ബ്രിട്ടൻ പോലെ, ജയ്സെ എന്ന് പറഞ്ഞാൽ പോലെ, ബ്രിട്ടൻ ജയ്സെ സാമ്രാജ്യവാദി, സാമ്രാജ്യങ്ങളുള്ളവർ, ദൂസരോങ്കി, മറ്റുള്ളവരുടെ, ലൂട്ട് പർ, കൊള്ളയടിച്ച്, ആയിഷ് കർത്തേഹെ, സുഖിച്ച് ജീവിക്കുകയാണെന്ന്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ സ്വത്തൊക്കെ കൊള്ളയടിച്ചിട്ട് അവർ സുഖമായിട്ട് ജീവിക്കുകയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെയല്ല ഇന്ത്യക്കാർ അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നും വൈസ്രോയെ അറിയിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ടും ആകാം എന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത്. ഗാന്ധിജി കാ ഏക് മജേദാർ കിസ്സ, ഗാന്ധിജിയുടെ ഈ മജേദാർ, രസകരമായ, കിസ്സ എന്ന് പറഞ്ഞാൽ കഥ. മേനെ लापियर और कोलिन की പുസ്തക ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് മേ പഠാത്ത, നമ്മുടെ ലേഖകന് ഈ ഗാന്ധിജിയുടെ ഈ രസകരമായ കഥ വായിച്ചത് ലാപ്പിയറിൻ്റെയും കോളിൻ്റെയും പുസ്തകമായ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകത്തിലാണ് വായിച്ചത് എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. അച്ചി കിതാബ് ഹെ, നല്ല പുസ്തകമാണ്. കഹി മിലേത്തോ ജരൂർ പഠന, കഹി മിലേത്തോ, എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ, ജരൂർ, തീർച്ചയായും, പഠന, വായിക്കണം. ഇത്രയും കൊണ്ട് നമ്മുടെ ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പുസ്തകം എഴുതിയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഡൊമിനിക് ലാപ്പിയറും പിന്നെ കോളിനും. അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഡൊമിനിക് ലാപ്പിയർ എന്ന ഫ്രഞ്ചുകാരനാണ്. ലാറി കോളിൻസ് എന്നത് അമേരിക്കക്കാരൻ. ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അതായത് ആ വൈസ്രോയി മൗണ്ട് ബാറ്റൻ വന്നത് മുതൽ ഗാന്ധിജി മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വായിക്കണമെന്നാണ് നമ്മളോട് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ പാഠഭാഗം. ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുകയാണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.